എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ, മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണം. സമർപ്പണത്തോടെ ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായി നടന്നാലും എൻ ചാരെ വന്നിടും, മാർവോടു ചേർത്തിടും. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായി നടന്നാലും എൻ ചാരെ വന്നിടും, മാർവോടണച്ചിടും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. എത്ര സ്നേഹമേ ഇത്, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും, യേശു മാത്രമേ. യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും, യേശു മാത്രമേ. എൻ്റെ കോട്ടയും യേശു മാത്രമേ, എൻ്റെ
വിശ്വസിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. അവനാണ് എൻ്റെ ആശ്രയം. ആ കർത്താവാണ് എൻ്റെ ശക്തി. അവനാണ് എൻ്റെ സംഖ്യ. വചനം പറയുന്നത് പോലെ ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തെത്തുന്നു. എപ്പോഴൊക്കെ ആ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ വന്നിട്ടുണ്ടോ, നമുക്ക് ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ അവൻ ബലമില്ലാത്തവർക്ക് ബലം പകർന്നു കൊടുക്കുന്ന ദൈവം, ശക്തിയില്ലാത്തവർക്ക് ശക്തി പകർന്നു കൊടുക്കുന്ന ദൈവം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ മുഴു ആശ്രയം വെച്ചുകൊണ്ട്, ആ കർത്താവിൽ മുഴു ഹല്ലേലൂയ നമ്മളെ തന്നെ മുറ്റുമായി താഴ്ത്തിക്കൊണ്ട് അവസാനമായി ഒന്നും കൂടെ പറയാമോ? അപ്പാ, അങ്ങന്റെ ആശ്രയം, അങ്ങന്റെ ശൈലം, അങ്ങെപ്പോഴും എൻ്റെ കൂടെ വേണം അപ്പാ. എൻ്റെ കോട്ടയും യേശു മാത്രമേ, എൻ്റെ കോട്ടയും യേശു മാത്രമേ. Thank you, Jesus. Oh, we worship. യൂദായുടെ ലേഖനം 1-ാം വാക്യമാണ് ഇന്നലെ നാം ധ്യാനിച്ചത്. ഇന്ന് വീണ്ടും യൂദായുടെ ലേഖനത്തിൻ്റെ പ്രാരംഭ ഭാഗത്തേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. യൂദായുടെ ലേഖനം പ്രാരംഭവാക്യം വായിച്ച് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥനയോടെ ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ ഉപവാസത്തിൻ്റെ ദിനങ്ങളെ ജയത്തോടെ മുൻപോട്ട് നയിക്കാം. യൂദായുടെ ലേഖനം 1-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യൂദാ ഇവിടെ 2 ബന്ധങ്ങളെ പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്, യാക്കോബിൻ്റെ സഹോദരനാണ്. മനുഷ്യജീവിതത്തിൽ നമുക്ക് പ്രധാനമായ 2 ബന്ധങ്ങളാണുള്ളത്. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം, 2 സഹജീവികളുമായുള്ള ബന്ധം. യേശു കർത്താവ് സകല ന്യായപ്രമാണത്തെയും 2 കൽപ്പനകളിൽ ഒതുക്കുമ്പോൾ ആ 2 കൽപ്പനകളിൽ 2 ബന്ധങ്ങളെയാണ് കർത്താവ് പറയുന്നത്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധം, 2 മനുഷ്യനോടുള്ള ബന്ധം. ഈ 2 ബന്ധങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന, ക്രിസ്തുനാഥൻ വെച്ചിരിക്കുന്ന അടിസ്ഥാനം ഒന്ന് മാത്രമാണ്, സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായുള്ള ബന്ധം, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനുമായുള്ള ബന്ധം. ഈ ഉപവാസ പ്രാർത്ഥനകൾ, ഈ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയെങ്കിലും നമ്മളുടെ മാനുഷിക ബന്ധങ്ങൾ ദൈവ കൃപയ്ക്കന്യമായ അളവിൽ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവഹിതമല്ലാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക മാനുഷിക ബന്ധങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഐക്യത കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് പുനർക്രമീകരിക്കാനും ഈ ദിവസങ്ങൾ നമുക്ക് സഹായകമാകട്ടെ. ഞാൻ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിനാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യൂദാ ഈ ലേഖനം എഴുതുന്നത് ആർക്കാണ്? വിളിക്കപ്പെട്ടവർക്കാണ് എഴുതുന്നത്. വിളിക്കപ്പെട്ടു എന്നാണ് അവിടെ സഭയെക്കുറിച്ച് ആ ലേഖനത്തിൻ്റെ ഓഡിയൻസിനെ പറയുന്ന 1-ാമത്തെ ഭാഗം. വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നിയോഗത്തിന് വേണ്ടി, ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി, ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു പദ്ധതിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപ്പോയിന്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. യൂദാ പറയുകയാണ്, ദൈവസന്നിധാനത്തോട് അടുത്ത് നിൽക്കുന്ന, ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഞാനതിൽ 2 ഭാഗങ്ങൾ ആരംഭത്തിൽ പറയട്ടെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മളാരും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല. നമ്മളാരും ദൈവസന്നിധിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല. നമ്മളാരും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവരല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതാണ്. ആകയാൽ നിങ്ങൾ നിൽക്കുന്ന ആത്മസാന്നിധ്യം, നിങ്ങൾ നിൽക്കുന്ന കൂട്ടായ്മ ഒരു മനുഷ്യന്റെ ഔദാര്യമല്ല,
ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ല നിങ്ങൾ ഇന്ന് സഭയിലായിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളെ കാട്ടി തന്നതുകൊണ്ടല്ല നിങ്ങൾ സഭയിലായിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെയും ഒരു പാസ്റ്ററിൻ്റെയും ഔദാര്യമല്ല നിങ്ങളായിരിക്കുന്ന ആത്മീക നിലവാരം. പകരം അത് ദൈവം നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതാണ്. ഉറപ്പിച്ചാട്ടെ, ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല, ദൈവത്തിൻ്റെ വീട്ടിൽ ദൈവം എന്നെ വിളിച്ചിട്ട് വന്നതാണ്. ആ ധൈര്യമാണ് നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുന്നത്. ഞാൻ ദൈവത്തെ തേടി കണ്ടെത്തിയതല്ല, പകരം ഞാൻ എവിടെയോ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ദൈവം എന്നെ തേടി വന്നതാണ്. പൗലോസ് കർത്താവിനെ അന്വേഷിച്ചു പോയതല്ല, പൗലോസിന്റെ വഴിയിൽ കയറി തടഞ്ഞു നിർത്തി പൗലോസിനെ വഴിതിരിച്ചു വിട്ടതാണ് കർത്താവെങ്കിൽ, ഞാനും പോയ വഴിയിൽ, തെറ്റായ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ മാർവിടത്തിൽ, തൻ്റെ പാദത്തിങ്കൽ എന്നെ ഇരുത്തിയതാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ എവിടെയോ വെച്ച് യാദൃശ്ചികമായി യേശുവിനെ കണ്ടുമുട്ടിയതല്ല, പകരം തലേ ദിവസം വൈകിട്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു, പോകാ, അക്കരയ്ക്ക് പോകാ. അവർക്ക് പോകുവാൻ മനസ്സില്ലാഞ്ഞിട്ടും യേശു അവരെ നിർബന്ധിച്ചയച്ചു. പോകുന്ന വഴിയാത്രയിൽ പ്രക്ഷുബ്ധമായ തിരകളും കാറ്റും കോളുമുണ്ടെങ്കിലും യേശു അവരെ പിന്നെയും ചാരച്ചെന്ന് ധൈര്യപ്പെടുത്തി കാറ്റിനെയും കടലിനെയും അടക്കി യേശു ഗദരദേശത്തേക്ക് ചെന്നു. എന്തിന്? ആ ഭൂതഗ്രസ്തനെ സ്വതന്ത്രമാക്കി അവനെ കല്ലറകളിൽ നിന്ന് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന്, അവനെ നഗ്നതയിൽ നിന്ന് മാന്യതയിലേക്ക് കൊണ്ടുവന്ന് അവനെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ. ഒരുപക്ഷെ യേശുവിൻ്റെ ശിഷ്യന്മാർ ആ മനുഷ്യന്റെ അടുക്കൽ ചോദിച്ചേക്കാം, ഞങ്ങൾ വന്നതുകൊണ്ടല്ലേ നീ സൗഖ്യമായതെന്ന്. ഇല്ല, ശിഷ്യന്മാർ വന്നതുകൊണ്ടല്ല അവൻ സൗഖ്യമായത്, യേശു ശിഷ്യന്മാരെ അയച്ചതുകൊണ്ടും ആ ശിഷ്യന്മാരോടൊപ്പം യേശു വന്നതുകൊണ്ടുമാണ്. ഏതെങ്കിലും പാസ്റ്ററോ ഏതെങ്കിലും സ്നേഹിതരോ നിങ്ങളുടെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിങ്ങൾ സൗഖ്യമായത്, ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിടുതലായെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് തിരിച്ചു പറയണം, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതുമല്ല, പ്രാർത്ഥിച്ചതുമല്ല, എൻ്റെ കർത്താവ് നിങ്ങളെ എൻ്റെ വീട്ടിൽ അയച്ചതുമാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് കൂടെ വന്ന് എൻ്റെ വിഷയത്തിന് വിടുതൽ തന്നതുമാണ്. ഒരു ധൈര്യമുണ്ടാകണം. ഒരു മനുഷ്യൻ്റെയും ഒത്താശയിലും ഔദാര്യത്തിലും അല്ല ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയിലാണ്, ദൈവത്തിൻ്റെ ദയയിലാണ് ദൈവം വിളിച്ചിട്ട് വന്നവരാണ്. എന്നാൽ ഈ വിളിക്ക് ക്ഷണം എന്നതിനെക്കാട്ടിലുപരി ഒരു നിയോഗത്തിൻ്റെ കൈമാറ്റമുണ്ട്. വിളിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു വിടുതലുകൾ, ഏതെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതിനെക്കാട്ടിലുപരി എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എന്താണ്, എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം എന്താണ്, എന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്, എന്നെ എന്തിനാണ് ദൈവം വേർതിരിച്ചത്, എന്നെ വിടുവിച്ചു വിളിച്ചു വേർതിരിച്ചു ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിന് എൻ്റെ ലൈഫ് കൊണ്ട്, ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ദൈവം പർപ്പസ് ഇല്ലാതെ എന്നെ വിളിച്ചിട്ടില്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് എന്തോ ചെയ്യിക്കാനുണ്ട്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവം ഏതൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു ആവശ്യമുണ്ടായിരുന്നു. ആവശ്യകതയില്ലാതെ ദൈവം ഒന്നിനെയും തൊട്ടിട്ടില്ല. കർത്താവ് 2 ശിഷ്യന്മാരെ അഴിച്ചുവിട്ട്, ശിഷ്യന്മാരെ പറഞ്ഞുവിട്ട് കഴുതയെ അഴിപ്പിച്ചു. കഴുതയെ അഴിക്കുന്നതിനകത്ത് പോലും കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. കഴുതയെ അഴിച്ചുകൊണ്ട് വരുന്നതിനകത്ത് പോലും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും പൈശാചിക ബന്ധനത്തിനകത്തു നിന്ന്, ദുരാത്മ അടിമത്വത്തിൽ നിന്ന് അഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ചാര നിർത്തിയിരിക്കുന്നെങ്കിൽ there is a purpose behind his call. നമ്മെ വിളിച്ചതിൻ്റെ പിമ്പിൽ ഒരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സകലവും ദൈവം അതതിൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നേരം പോക്കിന് സൃഷ്ടിച്ചതല്ല എന്നെ, ദൈവം ഉദ്ദേശത്തിന് നിർമ്മിച്ചതാ എന്നെ. അധരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, ദൈവം നേരം പോക്കിന് ഉണ്ടാക്കിയതല്ല എന്നെ, പകരം ദൈവം വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടി എന്നെ സൃഷ്ടിച്ചതാ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എന്നിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. അടുത്ത കാലഘട്ടങ്ങളിൽ എൻ്റെ തലമുറകളിൽ കൂടെ ചെയ്യാനുണ്ട്. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എന്നിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. അടുത്ത കാലഘട്ടങ്ങളിൽ ദൈവത്തിന് എൻ്റെ തലമുറകളിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. അത്തരം തുറന്ന് എന്നോട് ചേർന്നത് ആവർത്തിച്ചേ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എന്നിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. അടുത്ത കാലഘട്ടങ്ങളിൽ എൻ്റെ തലമുറകളിൽ കൂടെ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. സ്തോത്രം. ദൈവം എന്നെ വിളിച്ചതാ. ഞാൻ വിളി കേട്ടിട്ട് വന്നതാ. ഞാൻ അലഞ്ഞു തിരിഞ്ഞ് വലിഞ്ഞു കയറി വന്നതല്ല, ഞാൻ വിളി കേട്ടിട്ട് വന്നതാ. ശൗലേ,
ശമൂവേലിൻ്റെ അടുക്കൽ എങ്ങനെയാ ചെന്നത്? ശൗല് പറയും, ഞാൻ കഴുതയെ കാണാഞ്ഞതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് സാഹചര്യവശാൽ കയറി ചെന്നതാണെന്ന്. പക്ഷെ ശമൂവേൽ പറയും, മോനെ, നീ വലിഞ്ഞു കയറി വന്നതല്ല, ദൈവം നിന്നെ ഈ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുവന്നതാ. നീ ഇവിടെ കയറി വന്ന ഒരു റെഫ്യൂജി അല്ല, നീ ഇവിടെ കയറി വന്ന ഗസ്റ്റാണ്. അതുകൊണ്ടാണ് തലേ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഞാനൊരുത്തനെ വിളിച്ച് നിന്റെ പർവ്വതത്തിൽ കൊണ്ടുവരും, അവനെ നീ നന്നായി ആദരിക്കണം. അതുകൊണ്ട് നാളെ യാഗത്തിനു വേണ്ടി നീ ഒരുക്കുന്ന ആ മൃഗത്തിൻ്റെ, ആടിൻ്റെ കൈക്കുറക് രണ്ടും എടുത്ത് മാറ്റിവെക്കണം, വിശിഷ്ട അതിഥി വരുന്നുണ്ട്. ശൗൽ വാസ്തവത്തിൽ ശമൂവേലിൻ്റെ പർവ്വതത്തിൽ കയറി ചെന്നത് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ്, എങ്ങോട്ട് പോകണമെന്നറിയാത്തവനായിട്ടാണ്, കഴുതകൾ എന്ത് ചെയ്യുന്നറിയാത്തവനായിട്ടാണ്, അപ്പൻ വ്യാകുലപ്പെടുന്നല്ലോ എന്നോർത്താണ്. ഈ കയറി വരുമ്പോൾ പ്രവാചകനൊന്നും കൊടുക്കാനില്ലല്ലോ എന്നോർത്താണ്. എല്ലാം ശൂന്യമായി വിടുകയ്യനായിട്ട് കയറി വന്ന ശൗലിനെ ദൈവം ശമൂവേലിൻ്റെ അടുക്കൽ പറഞ്ഞു, ഹീ ഈസ് ദ ചീഫ് ഗസ്റ്റ്, ഹീ ഈസ് ദ VIP. ഇന്ന് അവനാണ് ചീഫ് ഗസ്റ്റ്, ഇന്ന് അവനാണ് VIP. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവവേദനേ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലെ ചീഫ് ഗസ്റ്റ് നീയാണ്. വിടുകയ്യനായി, പരാജിതനായി, തകർന്നവനായി നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി വരുമ്പോൾ നീ ഒരു അന്യനെ പോലെ, നീ ഒരു അലഞ്ഞു തിരിഞ്ഞവനെ പോലെ ദൈവസന്നിധിയിൽ കയറി വന്നേക്കാം. പക്ഷേ അത് നീ വലിഞ്ഞു കയറി വന്നതല്ല, ദൈവം നിന്നെ വിളിച്ചു കൊണ്ടുവന്നതാ. ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് പർപ്പസ്, ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് പർപ്പസ്. നിന്റെ മേൽ കിടക്കുന്ന അപ്പോയിൻമെന്റിന് വെളിവാക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനുള്ള വലിയ പദ്ധതി, മാസ്റ്റർ പ്ലാൻ, ഗ്രേറ്റ് പ്ലാൻ അത് തുറന്നു വരട്ടെ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തുറന്നു വരട്ടെ. അതിനേറ്റവണ്ണം ശൗലിന്റെ തലമേൽ ശമൂവേൽ തൈലപാത്രം കമിഴ്ത്തിയതുപോലെ അഭിഷേകത്തിന്റെ പകർച്ചകൾ സംഭവിക്കട്ടെ. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവമുഖത്തേക്ക് കൺകൾ ഉയർത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ് യു.